അതായത് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ള ചിന്ത ഉണ്ട് കഴിഞ്ഞാൽ അതായത് എൻഡ് ഓഫ് ദി ഡേ അലോൺ. അതെ, അലോൺ. അപ്പം ആ സാധനം എപ്പോഴും മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും പോവാം. ഹായ്, നമ്മൾ കൂടെ വന്നിരിക്കുന്നത് അൻസിൽ വ്ളോഗ്സ്. നിങ്ങൾക്ക് അറിയണ്ടാവും, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അരീക്കോട് ഇപ്പം ഇങ്ങനെ കുത്തകയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് വ്ളോഗിങ്ങിലും കോണ്ടൻറ് ക്രിയേഷനിലൊക്കെ. ആള് നിസാരം എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അല്ലെങ്കിൽ ക്യാമ്പിങ്ങിൻ്റെ ഒക്കെ ഒരു ഫൗണ്ടറാണ്. നിസാരം ഒരു നിസാരക്കാരല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നേരിട്ട് ചോദിച്ച് നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അൻസിൽ ബ്രോ, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്താ? എനിക്ക് മെയിനായിട്ട് എന്താ വെച്ചാൽ എൻ്റെ സർക്കിളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ മൈൻഡ് എന്താ വെച്ചാൽ എൻ്റെ മൈൻഡായിട്ടും യാതൊരു ടച്ചുമില്ല. എൻ്റെ മൈൻഡ് എന്താ വെച്ചാൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആ ഒരു മൂഡാണ്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണം, ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം, പിന്നെ നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന ആലോചിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടിയൊരു ഫോണാണ്. ഈ ഫോണെന്ന സാധനം ഞാൻ കറക്റ്റ് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങണം വെച്ച്. അപ്പോൾ അങ്ങനെ ഫാദറിൻ്റെ കയ്യിലൊരു ലെനോവോ ഫോണ് കയ്യിൽ കിട്ടി. ലെനോവോ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നെ ആ ഫോണ് ഐസ് അടിച്ച് പോയി, അത് പോയി. പിന്നെ ഞാൻ അങ്ങനെ സാധാ ഹോട്ടൽ പണിക്കും പോയിട്ട് ഒരു നോട്ട് 4 വാങ്ങി. ആ നോട്ട് 4 ഒക്കെ വാങ്ങി +1 എത്തിയ സമയത്താണ് ഈ ടിക്ടോക്ക് തുടങ്ങുന്നത്. അങ്ങനെ ടിക്ടോക്ക് തുടങ്ങി. ഇങ്ങനെ ടിക്ടോക്ക് ഒക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാവരും ഓക്കെ. കുറേ ആൾക്കാർ നെഗറ്റീവാണ്, നെഗറ്റീവ് പോസിറ്റീവും ആണല്ലോ. അപ്പോഴാണ് നമ്മൾ അതെ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മൊബൈലൊക്കെ ചെയ്ത് ടിക്ടോക്ക് ഇങ്ങനെ അത് MI നോട്ട് 4 ആണ്. അതിലൊക്കെ ചെയ്ത് ഇങ്ങനെ അയക്കുമ്പോഴാണ് ആൾക്കാർ നമ്മളങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പം അതും കുറച്ച് കഴിഞ്ഞാൽ അടിച്ചു പോയി. ടിക്ടോക്ക് ബാൻ ചെയ്തിട്ട് പിന്നെയാണ് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇനി ഇപ്പോൾ അടുത്ത ചെയ്യാം? അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം എന്ന സാധനങ്ങളുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സാധാ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ലിപ്പ് സിങ്ക് ചെയ്യണ പരിപാടി ഉണ്ട്, ഡബ് സ്മാഷ്. ആ സാധനം ചെയ്തിട്ട് എല്ലാവരും അത് അടിപൊളിയാണ്, എൻ്റെ ആ ഗൗരവമൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ സംഭവമൊക്കെ വരുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ഫോണ് ഐഫോൺ എന്ന സംഭവം ഉണ്ട്. ഐഫോൺ എന്ന സംഭവം വന്നപ്പം 6S 5S ആ സംഭവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സാധനമില്ല, സാമ്പത്തികമായിട്ട് നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഞാൻ ആൾക്കാർക്ക് അജ്ജും കാലം പിടിച്ചാൽ പോയി, എന്ത് ഫോൺ തരും ഒന്ന്. അതെ. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഇവരെ ഹൃദയം ചോദിച്ചാലും വൈരാണ് ഫോൺ ചോദിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യും. ആൾക്കാരൊക്കെ വിളിച്ചാണ്ട് പിന്നെ വീഡിയോക്ക് വന്നാൽ പറയും ഇനി അടുത്ത വീഡിയോക്ക് എൻ്റെ ഇട്ട് പറയും. എന്താ വെച്ചുമ്പോൾ ആൾക്കാരുടെ കളിയാക്കണ എത്തെങ്കിൽ ഒന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. പിന്നെ ആ ഭാഗത്തേക്ക് പോലും വരില്ല. അപ്പോൾ അങ്ങനെ ഞാനാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ചിലരെ കിട്ടും, പിന്നെ ചിലരെ കിട്ടാക്കും. അതങ്ങനെ അതിൻ്റെയൊക്കെ ബൈക്ക് പോയി. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കിട്ടി ഫോണൊക്കെ വാങ്ങാൻ തുടങ്ങി. എന്ത് സ്വന്തമായിട്ട് ഫോൺ വാങ്ങണമെന്നില്ലേ, സ്വന്തമായിട്ട് ഫോൺ വാങ്ങി പിന്നെ വേറെ നമുക്ക് ചോദിക്കണ്ട. അപ്പോൾ അങ്ങനെ കുറിക്കും വേണ്ടി പൈസ ഉണ്ടാക്കി തുടങ്ങി. പൈസ ഉണ്ടാക്കി കുരടിച്ചപ്പം ഈ സാധനം കുരടിച്ചപ്പം ഫോണ് എൻ്റേതായി. അതേ ഫോൺ വാങ്ങി സ്വന്തമായിട്ട്. അങ്ങനെ 12 ഫോൺ വാങ്ങി. ആ 12 ഫോൺ വാങ്ങി ഭയങ്കര കഥയാണ്. അതിനെ ചാമ്പിയിട്ടാണ് ഞാൻ പെട്ടിട്ടാണ് ആ ഫോണിൻ്റെ കയ്യിലെത്തി. 12 മിനി വാങ്ങിയിട്ട് 12 മിനി സെക്കൻഡാണ്. അപ്പോൾ പെട്ടു. അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ പെടലാണല്ലോ മെയിനായിട്ട്. പെടുമ്പോഴാണ് നമ്മൾ പഠിക്കുക. അതെ. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ മനസ്സിലാവില്ല. അത് നമ്മൾ കുട്ടികളോട് ടീച്ചർ പഠിച്ചോളി നമ്മൾ പറയും പഠിച്ചാ ആ സാധനം ഉണ്ടല്ലോ. അപ്പം പഠിച്ചാൽ വളരും, പഠിച്ചില്ലെങ്കിലും വളരും. മറ്റേ എന്താ അതെ ആ സാധനം ശരിക്കും പറഞ്ഞത്. അപ്പോൾ എങ്ങനെയും നമ്മൾ ക്ലിക്കാന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ കളിച്ച് അപ്പോഴാണ് ഈ റീൽസ് എന്ന സാധനം വരുന്നത്. അപ്പോൾ റീൽസ് സാധനം വരുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പിന്നെ എപ്പോഴും ലിപ്പ് സിങ്ക് ആക്കുന്ന പരിപാടി അപ്പോഴുള്ളത്. അപ്പം അങ്ങനെ സിങ്ക് ആക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് എത്താൻസില്ല ഇതിങ്ങനെ ചെയ്തിട്ട് കാര്യം ഒരു വെറൈറ്റി എന്തെങ്കിലും കണ്ടൻറ്റ് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം കറക്റ്റ് ഒരു സമയം എനിക്ക് എത്തി. 2024 കഴിഞ്ഞ വർഷം
2024 ജനുവരി 4 6 എന്തോ ആണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. സുല്ലം ഓറഞ്ച് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാൻ പോയാൽ വീഡിയോ എടുക്കാമെന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, അല്ല ചിലത്തെ ഈ സംഗതി വീഡിയോ എടുത്തിട്ട് ഇപ്പം എനിക്ക് കാര്യം ചോദിച്ചു, ഈ വീഡിയോ എടുത്താൽ മതി ഭാരത്തും വേണ്ടാറ് കുറേ അതിൽ എൻ്റെ ഇപ്പോൾ ഒന്ന് ഞങ്ങൾ ഈ അജ്മലെന്ന് ഒരുത്തനാ, ഓൻ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ആ സാധനമൊക്കെ ചെയ്തതിന് ശേഷം അത് ഓൻ്റെ സപ്പോർട്ടിനോട് മാത്രമാണ് നമ്മളിപ്പം പിടക്കണത്. ഓൻ്റെ അജ്മലെന്ന് ഒരുത്തന്നെ അവൻ ഒരു സപ്പോർട്ട്, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് സപ്പോർട്ടിന് ആൾക്കാർ. അപ്പം ഇവരാണ് എഡിറ്റിങ്ങിൽ സപ്പോർട്ട് ചെയ്തത്. അതായത് ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ റെഡി ആവും. ഈ ക്യാപ് കട്ട് എന്ന സാധനം എൻ്റെ അടുത്ത് ഉണ്ടായിനി, പക്ഷെ എനിക്ക് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഓനക്ക് കുറച്ചുകൂടി യൂസ് ചെയ്യാറുണ്ട്. ഓനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓ എഡിറ്റിങ് കുറച്ചൊക്കെ റെഡി ആക്കി വന്നപ്പം സാധനം പക്കി എല്ലാവരും ഏറ്റെടുത്ത്. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗർ എന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഈ വ്ളോഗർ എന്ന സാധനം കൊണ്ടുവരുമ്പം പക്ഷേ എനിക്ക് സമൂഹത്തിലൊരു നിലയും വലിയും വേണമെന്നുണ്ടെങ്കിൽ ഒരു പണി മസ്റ്റാണ്, അതായത് ജോബ്. അപ്പോൾ ഞാൻ ഈ IT എന്ന സാധനം എനിക്കിഷ്ടമല്ല. അതായത് ഈ +2 പഠിച്ച സമയത്തും ഞാൻ ആഗ്രഹിക്കണ എന്തെങ്കിലും ജോലി വേണമെന്നാണ്, ഡിഗ്രി പഠിച്ച ജോലി വാങ്ങണമെന്നാണ്. അപ്പോൾ ഡിഗ്രി പഠിച്ചാൽ സാമ്പത്തികമായിട്ട് വരാത്തില്ലാത്തതുകൊണ്ടും പിന്നെ അധികപരമായിട്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് പണിയെടുത്താണ്ടില്ലാത്തതുകൊണ്ടും നമ്മളെന്ത് ചെയ്ത് ചെറിയ ഒരു കോഴ്സ് എടുത്ത്, അക്കൗണ്ട്സ് എടുത്ത് പെരേന്ന് കുറച്ച് സപ്പോർട്ടും നമ്മളെ സപ്പോർട്ടും കൊണ്ടും ആ കോഴ്സ് പഠിച്ച് നേരെ അക്കൗണ്ട്സ് പഠിച്ച് ഒരു 1.5 വർഷം പണിയെടുത്ത്, ഒരു 4 മാസം കോറിൽ വർക്ക് ചെയ്ത്, ഒരു കൊല്ലം നമ്മളെ ലിക്വിഡ് സോപ്പ് സാബുന് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, അപ്പം അവിടെ 1 വർഷം വർക്ക് ചെയ്ത്. അങ്ങനെ പിന്നെ ഉറപ്പിച്ച് ഞാൻ ഒരാളെ കീഴിൽ പണിയെടുക്കില്ലേ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫേം, അതായത് ഈ വ്ളോഗ് ഫേം ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റേതായ ഐഡൻറ്റിറ്റി വേണം, അതായത് എൻ്റെ ഒരു ബിസിനസ് ഒരു പേര് വേണം. അപ്പം അങ്ങനെയാണ് ഈ നിസാരം ജേണി ഓഫ് ലൈഫ് എന്ന സാധനം വരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ സെപ്റ്റംബറിൽ ഞാൻ നിസാരം ജേണി ഓഫ് ലൈഫ് ഉണ്ടാക്കിന്. അപ്പം പിന്നെ ഗ്യാപ്പ് ഇട്ടപ്പം പിന്നെ എൻ്റെ ഒരു കമ്പനിക്കാരൻ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോയപ്പോൾ അവനോട് സംസാരിച്ച്, എടാ ഞാൻ ഈ പ്ലാൻ ഒന്നും ഇട്ടണ്, പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല, എനിക്കെന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി ഓപ്പൺ ആക്കാം. അപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞ് ഞാൻ ഈ പേര് നിസാം ജേണി ഓഫ് ലൈഫ് എന്നാണ് ഇട്ട് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്ത് സജസ്റ്റ് ചെയ്യാന്ന് വെച്ച്, ഇല്ല സജസ്റ്റ് ചെയ്യാൻ ഇജ്ജ് ഇട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഫേം തുടങ്ങണത്, നിസാരം ജേണി ഓഫ് ലൈഫ്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. അതായത് എനിക്ക് നാട്ടിൽ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും പക്ഷേ എൻ്റെ സെയിം മോഡിലുള്ള ആൾക്കാർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു സംഭവം ഇതിൽ നിന്ന് ഉണ്ടാക്കുകയാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഇപ്പം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ അപ്പോൾ 2 ക്യാമ്പ് കഴിഞ്ഞ് ഇനി 3ാമത്തെ ക്യാമ്പ് 4ാമത്തെ ക്യാമ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാണ്. അപ്പം നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല, ഇനിയും ഒരു ചെറിയ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ നമ്മളെ ഫോളോവേഴ്സാണ് എല്ലാം, അതായത് ഫോളോവേഴ്സാണ് എല്ലാം. അപ്പം ആ ഫോളോവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്യാമ്പിൽ ഞാൻ കൊണ്ടുവന്നത് ഫസൽ ഫാമിലിയാണ്, നിലമ്പൂരുള്ള ആ ഫാമിലിയാണ്. അപ്പോൾ പിന്നെ സെക്കൻഡ് കൊണ്ടുവന്നത് ഗോകുലി മിസ്രിയ ഓയിലാണ്. അപ്പോൾ പിന്നെ അതുല്യുണ്ട്, ഫസ്റ്റ് ക്യാമ്പിലൊന്ന് അതുല്യുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് അതുല്യ സുബ്രഹ്മണ്യ, ഓള് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനും ഓളും കോ-ആക്ടറാണ്, അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടാണ്. പക്ഷേ ഓള് കട്ട കമ്പനിയാണ്, എന്ത് പറഞ്ഞാലും ഓള് ബാക്കിലുണ്ടാവുന്ന എന്നോട് പറഞ്ഞേ, കാരണം ജിൻ്റെ എന്തിനു വിളിച്ചോ ഞാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഓള് ഒന്നും വാങ്ങിയില്ല എന്നോട്, അതായത് ഓളിനോട് വിളിച്ച് ഞാൻ പറഞ്ഞ് ഓള് പറഞ്ഞ് ഞാൻ വരാറിന്. അപ്പോൾ ഓളെ ബേസ് ചെയ്ത് ആൾക്കാർ വന്നു കേട്ടോ വേറെ കേസ്. അപ്പം ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ റാത്താണ്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളോട് എത്താം, അത്രേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോറിയിൽ നിന്ന് പണിയൊക്കെ എടുത്ത് സോപ്പും കമ്പനിയിൽ പണിയെടുത്ത് പല ടൈപ്പ് ഓഫ് പണിയെടുത്ത്. അതെ, ചുരുക്കി പറഞ്ഞാൽ ഞാൻ എടുക്കാത്ത പണിയില്ല. അത് 100 റുപ്യക്ക് ബസ് കയറിയ മനുഷ്യനാണ്. അതായത് 100 റുപ്യക്ക് ബസ് കയറ്റുക, മണൽ കയറ്റൽ ഇതാണ് സംഭവം, ഇല്ലീഗലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ. അപ്പോൾ ഇനി പിടിച്ചാൽ വേണ്ടിട്ട് ഞാൻ അപ്പോൾ മണൽ കയറ്റി കല്ല് കയറ്റലുണ്ടേനി, പിന്നെ ഹോട്ടൽ പണിയെടുത്തിന്, സൂഫി മന്ദിർ നേവതി മന്ദിർ പണിയെടുത്തിന്, പിന്നെ പ്രസ്സിൽ പണിയെടുത്തിന്, പിന്നെ ചോദ്യം കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ ചെയ്യണത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പൈസ ഉണ്ടാക്കാണ്ടില്ല, ഞാനെന്താ വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുകയാണ്. അതായത് നമ്മളെ കാര്യം നിലനിൽക്കും വേണം. പക്ഷേ ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമ്മൾ
കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്നതാണ്. അതായത് നമ്മൾ കുറേ ആൾക്കാരെ കാണും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ ഏത് സ്ഥലത്ത് എങ്ങനെ നിൽക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓട്ടോമാറ്റിക് നമ്മൾ പഠിക്കും. ജീവിതം പഠിച്ചിരുന്നില്ലേ, ജീവിതം പഠിച്ച് നമ്മളെല്ലാം പഠിച്ചിരുന്നില്ലേ, അതാ സാധനം. ജീവിതം പഠിക്കാനുള്ള കോഴ്സ് ഏത് സ്കൂളിൽ അല്ലല്ലോ, അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. ബസ് ചെയ്യണം, കോറി പോകണം, പോകണം, എല്ലാം ചെയ്യണം. അല്ല, ഇങ്ങനെ കുറെ സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവം തന്നെ അല്ലേ, നമുക്ക് ഇവിടെ പോയി നിൽക്കാൻ പറ്റും. അതെ, അല്ലേ? ഏത് നാട്ടിൽ പോലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. ഒന്നിലും നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങി നമ്മൾ അവിടെ വേറെ പണിയെടുക്കും. ഞാൻ അതേമാതിരി ഒരു സംഭവം, ഒരു ഗോവയിൽ പോയ സമയത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് പോണത്. അവിടെ ചെന്ന് പെട്ടപ്പം അതൊരു മറ്റേ ശാലയാണ്. അതായത് ഗോവയില് നല്ല മസാജ് സെന്റർ ഉണ്ട്. നമ്മൾ ഇവിടെ നോക്കിയപ്പം പക്ക മസാജ് സെന്റർ ആണ്. അവിടെ ചെന്നപ്പം ലേഡീസിന് ക്രോസ് മസാജ് നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മൂപ്പര് സംസാരിച്ച് മൂപ്പര് എന്നോട് ഒരാഴ്ച കൊണ്ട് എന്നെ ഒറിജിനൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിത്തരാം, നമ്മളവിടെ പണി നടന്നുകൊണ്ടിരിക്കണം, സെന്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, അപ്പോൾ അതുവരെ നിൽക്കണമല്ലോ, തിരിച്ച് നാട്ടിൽ കയറാൻ വെക്കില്ല. നമ്മളെ അവസ്ഥ തന്നെ, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ സാധനം, ചെയ്യണ വേറെ സാധനമാണല്ലോ. അവിടെ നിന്നു ഒരാഴ്ച നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഭായ് ചായ ആപ്കോ മസാജ് ചായ ഇടുക്കിയെ മസാജ് ഒക്കെ പറയാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു, ഇത് മാറ്റല്ല. അപ്പൊ അവിടുന്ന് മാറല് നിർബന്ധമായി. ഞാൻ മാറി, പക്ഷെ ഇതൊന്നും പുറത്തരാൻ പറ്റില്ല, ലൈവ് വരികയാണ്. അപ്പൊ ഇങ്ങനെ വന്നു. പിന്നെ അവിടെ നിക്കണം, തിരിച്ചു പെരേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വീണ്ടിന് ദുബായ്ക്ക് പറഞ്ഞേക്കും. അതാണ് നമ്മളെ അവസ്ഥ. നമ്മളെ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുത്താണല്ലോ, ദുബായ്ക്ക് പറഞ്ഞേക്കണല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു മസാജ് സെൻ്റർ ഉണ്ട് വേറെ, നമ്മളെ കമ്പനിക്കാരവിടെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ക മസാജ് സെൻ്ററാണ്. അവിടെ ഞാനും കയറാൻ പറ്റും നോക്കി. അപ്പോൾ ഒരു പറഞ്ഞു അല്ലടാ അവിടെ മസാജിന് ആൾക്കാരായിട്ടുണ്ട്, അപ്പോൾ തൽക്കാലം ഇത് മതി, ഇത്ര മതി. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇതേമാതിരി അവിടെ ഇവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി പരിചയമുണ്ട്. ഞാൻ ആയിക്കോട്ടെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിരുന്നു, കുക്കിങ്ങിന് നിന്നു. ഇതേമാതിരി മറ്റേ ലൈറ്റർ ഉണ്ടാക്കും, മറ്റേ MC-ലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്താണ്. അങ്ങനെ ലൈറ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് വിറ്റാണ്ടും 1500 റുപ്യക്ക് ഒരു ലൈറ്ററിന് കിട്ടും. 50 റുപ്യൻ്റെ ലൈറ്ററും 10 റുപ്യൻ്റെ MC-ലും വാങ്ങി ഡിസൈൻ ചെയ്താൽ ആർട്ട് ഉണ്ടാക്കിയിട്ട് വിറ്റാൽ പൈസ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കണമല്ലോ, നമുക്ക് ജീവിതത്തിന്റെ ഓരോ ഭാഗത്തു നിന്ന് കിട്ടണം. അതായത് നമ്മൾ ഇവിടെ മൂലൊക്കെ കൊണ്ടുപോയിട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റും. അതിന്റെ യഥാർത്ഥ ഒരു പരിപാടിയാണ്. ഒരാൾ UK പോയിട്ടുണ്ടായിരുന്നു. UK പറഞ്ഞാല് യുണൈറ്റഡ് ഓഫ് കിൻഡല്ല, അതാണ് മെയിനായിട്ട്. അതെ, UK അറിയാം. ഞാൻ പറഞ്ഞ UK-ലാണ് അറിയാം, യുണൈറ്റഡ് ഓഫ് കിൻഡാണ് വെച്ച്. അല്ല അറിയാം, ഞാൻ ഉത്തരാഖണ്ഡിലാണ് അറിയാം. അപ്പൊ ഏത് കണ്ട വെച്ച് GHL വെച്ച്, GHL KH ആണ് അറിയാം. അപ്പോഴാണ് ആൾക്കാരെ മനസ്സിലാണ് K ആണെന്നില്ലേ, UK ഉത്തരാഖണ്ഡാണെന്നില്ലേ. അത് കുറെ ആൾക്കാർക്ക് എപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അതിപ്പോ ഇനിയിപ്പോ തിരിഞ്ഞോളും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള നമ്മളെ ലൈഫില് കുറച്ച് മുന്നേ നമ്മളെ കളിയാക്കിയ കുറെ ആൾക്കാരുണ്ടാവും. ഈ എന്തിനാണ് ചെങ്ങായി ഫോണെ കൊണ്ട് ഇവിടെ നിൽക്കണത്, എനിക്ക് വീഡിയോ എടുത്തിട്ട് എന്താ കിട്ടുക, എനിക്ക് എത്ര റുപ്യത്തിന് കിട്ടുക, ആ നേരത്തെ എനിക്ക് വല്ല പണിക്കും പോയി കൂടെ, ഈ പഠിച്ച അക്കൗണ്ടിങ് അല്ലേ, എനിക്ക് അതിന് പണിക്ക് വേണ്ടി പൈസ ഉണ്ടായിക്കൂടെ എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. സ്വാഭാവികം, പല ആൾക്കാർക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞാണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോഴോ, അതേപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിൽ നമ്മളെ 4 ആൾക്കാർ ടൗണിൽ കൂടെ പോകുമ്പോൾ നമ്മളെ കുടുംബക്കാരെ പോലെ ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോൾ മനസ്സിലല്ലേ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അല്ലേ, വന്നിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. അതെന്താ? അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരും, ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരും. കാരണം രോമൊക്കെ നീച്ചു കയറില്ലേ, അതാ സാധനം. അപ്പോൾ നമ്മൾ ഈ ചെയ്യണ പണിക്കൊക്കെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യണ നല്ലൊരു പോസിറ്റീവ് എനർജി ആണെന്നല്ലേ നമുക്ക് കിട്ടുമ്പോൾ ഒരു സുഖം പറഞ്ഞാൽ അത് നമ്മൾ ഉറങ്ങണ സുഖം കിട്ടൂലേ. ഇപ്പം ഏറ്റവും കൂടുതൽ സുഖം പറഞ്ഞാൽ ഉറങ്ങണ സുഖം. കാരണം ഒന്നും അറിയണ്ട, സമാധാനമായിട്ട് ഉറക്കും. ആ ഒരു സംഭവം ഇടയ്ക്ക് കയറി കിട്ടും. അപ്പം വീണ്ടും നമ്മൾ അടുത്ത പടിയും കൂടി കയറണമെന്നില്ല, നമുക്ക് ഒരു ആ ത്വര ഉണ്ടാവില്ല. നമ്മളെ ഇൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടെ ഭാഷയിൽ തന്നെ കയറാം ത്വര. ആ ത്വര ഇങ്ങനെ വരും. അപ്പം ഈ ലൈഫിൽ ഇങ്ങനെയൊക്കെ എത്താൻ കാരണം എൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഒരു ആക്സിഡൻറ്റാണ്. 2023 മെയ് 14. അതായത് ഒരു നിക്കാഹിന് പോയതാണ് ഞാൻ. നല്ല വെള്ളയും നല്ല ബ്ലാക്ക് പാൻറ്റും നല്ല വൈറ്റ് ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ പോവാം. അതിൽ ചെങ്ങായി വിളിച്ചിട്ടുണ്ടാണ് മനസ്സിലെ ആ കാറിൽ കയറാണ്. അടക്ക് ഞാൻ ജംഗ്ഷനിൽ വണ്ടി വെച്ചിട്ട് വരാം, അവിടെ നിന്ന് കയറാണ്. ആ പോണ നോക്കില്ല, ആ വീണ് നടക്കണം ഞാൻ അവിടെ. ഞാൻ നീച്ചപ്പോൾ നേരെ മദർ ഹോസ്പിറ്റലിലാണ്. അതെ, നീച്ചപ്പോൾ മദർ ഹോസ്പിറ്റലിൽ. അത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ പഞ്ഞൊക്കെ എത്തപ്പോൾ സംഗതി പഠിച്ചോനെ. അപ്പോൾ എന്നോട് പറഞ്ഞ് സീക്കത്ത് പറ്റിയില്ല കേട്ടോ. ഇന്ന നാട്ടിൽ സീക്കാന്ന് വിളിച്ചത് കുറേ ആൾക്കാർ. കാരണം വാപ്പാനെ അങ്ങനെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ സീക്കെ ഫാദറിനെ വിളിച്ച പേര് നമ്മളെ വിളിച്ചല്ലേ. സീക്കത്ത് പറ്റിയില്ല കേട്ടോ.
അല്ല എത്ത് പറ്റില്ല അല്ല ചില പറ്റിന്ന് പറഞ്ഞു ഞാൻ ഇതൊക്കെ എത്തോച്ച് ഞാൻ പിന്നെ ഇതൊക്കെ എത്തോച്ച് അത് പറ്റിയില്ല അത്തില്ല അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ 1.5 മാസം പെരേ കുത്തിറന്നപ്പോഴാണ് ഞാൻ എന്താണ് ഫ്രണ്ട്സ്, എന്താണ് ഫാമിലി, ആരുണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല, എന്ത് ചെയ്യണം, ലൈഫ് എവിടെത്തും, എവിടെ പോകണം, ആ സാധനം ഞാൻ എനിക്ക് കറക്റ്റ് ഗ്രാഫ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്ത് ടൈം ടു ടൈം ഇങ്ങനെ വെച്ചിങ്ങനെ ഓരോരുത്തരെ ഗ്യാപ്പ് വെച്ച് ഇങ്ങനെ പറഞ്ഞ്, അതായത് ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഫ്രണ്ട്സ് വരും, ഫ്രണ്ട്സ് വരില്ല എന്നല്ല, ഓൽക്ക് പോലെ ടൈം ടു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ ഞാനെന്ത് തിങ്ക് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആപത്ത് സമയത്ത് ഉണ്ടാവും വിചാരിച്ചിരിക്കുകയാണ്. ആപത്ത് സമയത്ത് ആരും ഉണ്ടാവില്ല, പാരൻസ് മാത്രം ഉണ്ടാവും. അപ്പോൾ ആ സാധനം എനിക്ക് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ആൾക്കാരെ സ്നേഹിക്കുന്ന സാധനം തിരിച്ച് കിട്ടില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഞാൻ അതുവരെ സാധനം എന്താ വെച്ചാൽ തിരിച്ചിട്ട് പക്ഷേ കിട്ടില്ല. ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി നമ്മളുണ്ടാവില്ല, നമ്മൾ ആൾക്കാർ പറയല്ലോ മനസ്സിലെ കൊടുക്കുന്ന സാധനം ചിലപ്പോൾ തിരിച്ചിട്ടില്ല. പക്ഷേ എനിക്കപ്പോൾ ഒന്നും പിടുത്തം കിട്ടില്ല. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പിടുത്തം കിട്ടിയത് ഈ കൊടുത്ത സാധനം തിരിച്ചിട്ടില്ല എന്നല്ലേ. അതോടുകൂടി ഞാൻ പഠിച്ചു എന്ത് നമ്മളെ സ്വയം കാര്യം നോക്കി നടക്കുക, പിന്നെ നമ്മളെ സ്നേഹിക്കണ പോലെ അങ്ങോട്ട് സ്നേഹിക്കുക, പക്ഷേ കൊടുത്ത സാധനം തിരിച്ചിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ എവിടെ എത്തില്ല, അതെ ചെയ്യാൻ പാടില്ല. അതാണ് മെയിനായിട്ട്. അപ്പം ഇനിയിപ്പം ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പ് ഇടുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വാല്യൂ ഉണ്ടാവും. അപ്പോൾ എന്നും അവൈലബിലിറ്റി ആയാൽ നമ്മൾ വാല്യൂ കുറയും പറഞ്ഞില്ലേ, അതാണ് സംഗതി. അപ്പോൾ അങ്ങനെ എന്നും അവൈലബിലിറ്റി ആയാൽ നമ്മൾ വാല്യൂ പോവുകയും ചെയ്യും. നമ്മളെ വാല്യൂ ഇല്ലാത്തടത്ത് നമ്മൾ പോവുകയും ചെയ്യരുത്. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ സർക്കിൾ ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു വാല്യൂ, അതായത് ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഞാനൊരു വ്ളോഗറാണ്. അപ്പം ആൾക്കാർ പിന്നെ ഇങ്ങനെ കാണുമ്പം വ്ളോഗർ തന്നെ ടോക്ക് വരും. അപ്പം ഈ ചെറുക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഓൽക്ക് ഞാൻ അൻസിലാണ്, പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയിൽ പോകുമ്പം ഞാനൊരു വ്ളോഗറാണ്. ആ ഒരു സാധനം കിട്ടാത്തടത്ത് ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. അതായത് ആൾക്കാരുടെ മൈൻഡിൽ, ചെക്കന്മാരുടെ മൈൻഡിൽ ഞാൻ അൻസിലാണ്, ഓക്കെ, ഞാൻ ഒരു കുറ്റം പറയില്ല. പക്ഷേ നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ വ്ളോഗറാണ്. ആ ഒരു കപ്പാസിറ്റി, അതായത് ആ ഒരു പരിഗണന കിട്ടുന്നിടത്ത് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻ്റർപ്രണറാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ സംഭവമാണെന്നല്ലേ, ആ ഒരു പരിഗണന നമുക്ക് കിട്ടുമ്പോഴാണ് പബ്ലിക്ക് പോകുമ്പോട്ടോ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമല്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ആളോടൊന്നും പറയുന്നത് എടാ അത് നമ്മൾ സാധാ സംസാരിക്കണ മാതിരി ഒന്നും സംസാരിക്കുക. പക്ഷേ നമ്മൾ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ആളെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. മറ്റെന്താ വെച്ചാൽ ആൾക്കാർ നമ്മളെ മൈൻഡ് വെക്കും എന്ത് ആ വ്ളോഗറാണ് നിൽക്കണത്, എങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ സംഭവം വരും. വില സംഗതി. അപ്പം ആ ഒരു സംഗതി വരെ എനിക്കിതിൽ മനസ്സിലായി. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് എപ്പോഴും ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഇട്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ എന്നും അവൈലബിലിറ്റി കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട്. അല്ല, എനിക്കറിയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചെങ്ങന്മാരൊപ്പം നടക്കും, അങ്ങോട്ടും നടക്കും. നമുക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വെയ്യായി ഉണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ ഒരു ക്രിയാറ്റിൻ്റെ അസുഖം വന്നിട്ട് ഞാൻ കടന്നു റൂമിൽ ഒരു 1.5 മാസം 2 മാസത്തോളം എനിക്ക് വെയ്യ, എനിക്ക് ഒന്നിനും വെയ്യ, വേദന നല്ല വരുത്താണ്. അപ്പോൾ എനിക്ക് കരഞ്ഞിട്ട് വരുന്ന ഉമ്മയാണ്, അല്ലാതെ വേറെ ആരും ഇല്ല. വിളിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ല, എടാ എനിക്ക് വെയ്യ, ആണോ, ആ ശരി, ആ ഓക്കെ. അപ്പോൾ ഉമ്മ വരും, ഉമ്മ ഒന്ന് നോക്കും, എന്തെറുപ്പാൻ എന്നാലും ചീത്ത പറയും. പക്ഷെ ആ ചീത്ത പറഞ്ഞാലും ഉമ്മ എന്നെ നോക്കുള്ളൂ എന്നുള്ള അല്ലെങ്കിൽ തന്നെ ഉള്ളൂ. എന്നിട്ട് ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു, മരുന്ന് മേടിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഓള് ഇന്റേൺഷിപ്പിന് പോയതാണ്. എന്നിട്ട് ഓള് ലീവ് റിസൈൻ ഇട്ടാണ്ട് അവിടുന്ന് മറ്റേ ഇന്റേൺഷിപ്പിന് ഗ്യാപ്പ് ഇട്ടാണ്ട് ലീവ് എഴുതി കൊടുത്താണ്ട് അവിടുന്ന് വരുന്നു നോക്കണു. അപ്പം മനസ്സിലായൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചെങ്ങന്മാരുണ്ടെന്നല്ല, കുറേ ആൾക്കാരുണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ആൾക്കാരുണ്ട്, മനസ്സിലാവും. അതാണ് ശരിക്കും നമുക്കുള്ള ആൾക്കാർ, അത്രേ ഉള്ളൂ. അതാണ് അല്ലെങ്കിൽ അതാണ് അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മളെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ഈ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരേ ഉള്ളൂ. അതായത് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ള ചിന്ത ഉണ്ട് കഴിഞ്ഞാൽ, അതായത് എൻഡ് ഓഫ് ദി ഡേ അലോൺ. അപ്പം ആ സാധനം എപ്പോഴും മൈൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും പോവാം. ഞാൻ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൽ നമ്മളെ കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് പോയിന്. ഞാൻ ഒറ്റക്ക് പോയി, കാരണം എനിക്ക് കാണുന്നത് താല്പര്യം ഉണ്ടായതുകൊണ്ട്. അന്നില്ലേ MI Note 4 അതിലാകെ ഒരു പിക്ചറാണ് ഞാൻ എടുത്തത്. ആ എപ്പോഴും എൻ്റെ അതായത് അർച്ചീവ് സ്റ്റോറിയിൽ ഇപ്പോഴും ആ സാധനം കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റക്കാന്നുള്ള സാധനം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒടുക്കും പോകാൻ പറ്റും. അതാണ് സത്യം. അപ്പം എന്താ പറയുക വെച്ചാൽ നമ്മൾ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ തന്ത വൈബക്ക് മാറുകയാണല്ലേ, ആ ഒരു സാധനമാണ് സംഭവം. ആ ഒരു സംഭവമാണ് വൈബ് തന്ത, വൈബ് തന്ത. അതെ, അതാണ് സത്യം. അപ്പം ഈ ഒരു സാധനം കയറുമ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഫേം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഒന്നില്ലെങ്കിൽ നമ്മളെ
എന്താണ് നമ്മുടെ അടുത്തിൽ കഴിവ് ഒന്ന് നോക്കുക, പിന്നെ എന്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതാണ് നിസ്സാരം. നിസ്സാരമേ കൊണ്ടുവന്നാണ്. ഇൻഷാല്ല നെക്സ്റ്റ് ഒരു ലെവലിലൂടെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ട്. അതിപ്പം പുറത്തേക്ക് ഇടാനായില്ല, കാരണം പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ് പരമായിട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് കുളമെന്നാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അതെ, ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബിസിനസ് നടക്കണേ മുന്നേ അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറുന്ന സാധനത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ട്. വേറെ ആർക്കും ഉണ്ടോ എനിക്കറിയില്ല. കിട്ടിയാൽ കിട്ടും, കിട്ടില്ല ചട്ടി, കിട്ടിയ പെട്ടി പറഞ്ഞ മാതിരി ആ ഒരു സംഭവം. അപ്പം നമ്മളെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കൊണ്ടുവരിക, അതിൻ്റെ ഹൈ ലെവലിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറും ഈ സാധനം ഇങ്ങനെ കയറും. നിങ്ങൾക്കും കയറുമല്ലോ. അതിപ്പോൾ നമ്മളെ ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ സാധനം ഇങ്ങനെ കയറുമല്ലോ. ആ സാധനത്തിൽ ഇന്നലെ കയറാണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ 3 ആൾക്ക് വിളിച്ചു. അത് സംഭവം നിസ്സാരണ സംഭവം അത് പൊലിവിൽ ഞാൻ എല്ലാവർക്കും വിളിച്ചു കിട്ടും. ഇപ്പം ഈ ചെങ്ങായി നട്ടപാതിരക്ക് അത് ചെങ്ങായി ഓലിക്ക് പറഞ്ഞ മനസ്സിലുള്ളൂ എത്ത്. അതെ, ഒരു ഫേം ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മളെ കഷ്ടപ്പാട് അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കജ്ജും പിടിച്ചിട്ടാണ് നമ്മൾ ഇപ്പം 2 ക്യാമ്പ് നടത്തിയത്. ഞാൻ അടുത്ത ക്യാമ്പ് നടത്തുമ്പോൾ പക്ഷേ ആ ഔട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. എന്ത് മനസ്സിലായി, ക്യാമ്പ് അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരാൾ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരാൾ സൂപ്പർ അത് മതി. ഇപ്പം ഇനി പൈസ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ല, ആ സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി. നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരു 10,000 റുപ്യ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യ നമുക്ക് അതിനെക്കാളുള്ള സന്തോഷം ഒരാളെന്നുണ്ട്. ഈ കാരണം ഈ ഒരൊറ്റ സന്തോഷം എനിക്കുണ്ടായി, ഈ കാരണം കിട്ടിയതാണ്. വേറെ സാധനമല്ല, ജീവിതമാണ്. അതെ, അതായത് ആപത്ത് സമയത്ത് ഒന്ന് സഹായിക്കാൻ പറ്റില്ലെങ്കിലും കേട്ടിക്കാൻ പറ്റിയാലും ഓന് വലിയൊരു സന്തോഷമൊക്കെ. മറ്റവന്റെ സങ്കടം അതെ. അതായത് ആപത്ത് സമയത്ത്, അതായത് എനിക്ക് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എനിക്കൊരാളെ വിളിച്ചാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കേട്ട് നിൽക്കുക, മനസ്സിലായി, റെഡി ആവട്ടോ. അത് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം. പമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ വണ്ടി പഞ്ചറായി അവിടെ ബ്രേക്ക് ഡൗൺ ആയി. എന്താ വെച്ച് പഞ്ചറായാണ്, സ്റ്റെപ്പിനുണ്ട് വീലയക്കാനുള്ള ഇതുണ്ട് വെച്ച് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ നിൽക്കണമെന്ന് വെച്ച് അറിയില്ലടാന്ന്. ഓന് MBBS അടിച്ച് ഡോക്ടറാകാൻ പഠിച്ച് ഒരു ടയർ മാറ്റാൻ പഠിച്ചില്ല.